ഹായ് എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് സിമ്പിളായി ഈസി ആയിട്ടുള്ളൊരു ബീഫ് കറിയാണ്. ഇതിലേക്ക് 3 ഉള്ളി, 1 കപ്പ് ചെറിയ ഉള്ളി, ഇഞ്ചി, ഒരു പിടി വെളുത്തുള്ളി, പിന്നെ അതുപോലെ തന്നെ ഒരു 4 ചെറിയ മുളക്, പിന്നെ ഒരു വലിയ തക്കാളി കൂടി വേണം. ഇതിലേക്ക് നമുക്കൊരു മസാല തയ്യാറാക്കണം. അതിനായിട്ട് 2 ടീസ്പൂൺ കുരുമുളക്, 1/2 ടീസ്പൂൺ പെരുംജീരകം, പിന്നെ ഒരു 2 വറ്റൽമുളകും കൂടി ചേർക്കണം. പിന്നെ അതിലേക്ക് ഒരു 10 ഏലക്ക കൂടി ചേർക്കാം നമുക്ക്. ഇനി ഇതെല്ലാം കൂടി നമുക്കൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മൾ ബീഫ് കറി വെക്കുന്നത് കുക്കറിലാണ്. അപ്പോൾ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എണ്ണ നന്നായി ചൂടായി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിലേക്ക് ഉള്ളി നമ്മൾ ഇടുകയാണ്. ഇത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ആ ഉള്ളിയിലേക്ക് 4 കഷ്ണം പട്ട, 10 ഗ്രാമ്പു എന്നിവ ചേർക്കാം. അതിനുശേഷം ബീഫ് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇത് നേരത്തെ ക്രഷ് ചെയ്ത മസാല ചേർക്കാം. പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി, ചെറിയുള്ളി പേസ്റ്റ് ചേർക്കാം. പിന്നെ അതിലേക്ക് തക്കാളി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, പിന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. പിന്നെ ആവശ്യത്തിനുള്ള കറിവേപ്പില. ഇതിലേക്ക് 1 കപ്പ് വെള്ളം ചേർത്തിട്ടുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പും നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇത് നമുക്ക് കുക്കറിൽ വേവിച്ചെടുക്കാം. ഹൈ ഫ്ലെയിമിൽ 1 വിസിലും ലോ ഫ്ലെയിമിൽ 2 വിസിലും കൊടുത്താൽ നമ്മുടെ അടിപൊളി ബീഫ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റുമല്ലോ, നല്ല തിക്കായിട്ടുള്ള നല്ല അടിപൊളി ബീഫ് കറിയാണ്. അപ്പോൾ എല്ലാവരും ഇത് വീട്ടിലൊന്ന് ഉണ്ടാക്കി നോക്കണം. അപ്പോൾ ഈ ബീഫ് കറി നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ എല്ലാവരും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.